കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് പബ്ലിഷ് ചെയ്ത 80 പേജുള്ള ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ അനുസരിച്ച് യു.കെയിൽ വന്നിട്ടുള്ള ആർക്കൊക്കെയാണ് ബുദ്ധിമുട്ടാവുക, 10 വർഷക്കാലം ആരൊക്കെയാണ് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ കാത്തിരിക്കേണ്ടത്, അതോടൊപ്പം തന്നെ യു.കെയിലെ ഇമിഗ്രേഷൻ ചേഞ്ചുകളിൽ വന്നിട്ടുള്ള പുതിയ ചേഞ്ചുകളെ കുറിച്ച് കൂടുതൽ ക്ലാരിഫിക്കേഷനും ഗവൺമെന്റ് നൽകിയിരിക്കുന്നു. ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിന്റെ കോപ്പിയും ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തു. ഇതിൽ കൃത്യമായി എന്തൊക്കെ ഇമിഗ്രേഷൻ ചേഞ്ചുകളാണ് ഗവൺമെന്റ് നടപ്പാക്കുക എന്ന് കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. ലേബർ ഗവൺമെന്റ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്തതിന് പിന്നാലെ വ്യാപകമായ വിമർശനങ്ങളും ഉണ്ടായിരിക്കുന്നു. ബിസിനസ് ലീഡേഴ്സും ഒരു കൂട്ടം എംപിമാരും തീരുമാനത്തെ ശക്തമായി എതിർത്തു. യു.കെ ഒരു സ്ട്രേഞ്ച് ഐലൻഡ് ആകുന്നു എന്ന പ്രസ്താവന അനുചിതമായെന്നും റീഫോം പാർട്ടിയുടെ പോളിസികൾ ലേബർ ഗവൺമെന്റ് അതേപടി നടപ്പാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്ന അഭിപ്രായങ്ങളുമുണ്ടായി. ഏതാനും മാസങ്ങളായി യു.കെയിൽ നിലനിൽക്കുന്ന ചർച്ചകൾ മൈഗ്രേഷൻ കുറയ്ക്കണമെന്ന ആവശ്യം ഉയർത്തുമ്പോൾ വിമർശകർക്ക് കൃത്യമായ മറുപടി നൽകുന്ന അപ്രതീക്ഷിത കുടിയേറ്റ നിയമങ്ങളാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ധാരാളം തെറ്റിദ്ധാരണ വരുത്തുന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയകളിലും യൂട്യൂബിലുമെല്ലാം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ വെറുമൊരു പ്രപ്പോസലാണെന്നും ഇതൊന്നും നടപ്പാക്കാൻ പോകുന്ന നിയമമല്ല എന്ന വ്യാജ വാർത്തകളും ധാരാളമായി വന്നു. യു.കെയിൽ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ഒരു പ്രപ്പോസലായി പബ്ലിഷ് ചെയ്യുകയും പിന്നീട് അത് നിയമമാക്കുകയും ചെയ്യുന്ന രീതിയാണ് രാജ്യത്ത് നടപ്പാക്കുക. അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഗവൺമെന്റ് റൂളുകളായി നടപ്പാക്കുന്ന രീതിയാണ് രാജ്യത്ത് നിലനിൽക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഇമിഗ്രേഷൻ പ്ലാനുകൾ നടപ്പാക്കുന്നതിൽ തടസ്സങ്ങളും ഉണ്ടാകില്ല. ഈ ഒരു ഇമിഗ്രേഷൻ പ്ലാനുകൾ അനുസരിച്ച് ഗവൺമെന്റ് നൽകിയിരിക്കുന്ന ഒരു പ്രധാന വിവരമാണ് രാജ്യത്തിന് കോൺട്രിബ്യൂഷൻ നൽകുന്നവർക്ക് PR നേരത്തെ ലഭിക്കാനുള്ള സാധ്യതയെക്കുറിച്ച്. എന്നാൽ ഏതൊക്കെ കാറ്റഗറിയിലുള്ളവർക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക എന്നതിനെ കുറിച്ച് കൃത്യമായി ഗവൺമെന്റ് പറഞ്ഞിട്ടുമില്ല. ചില മീഡിയകളിലൊക്കെ തെറ്റായ വാർത്തകൾ വന്നു. സോഷ്യൽ കെയർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും നഴ്സുമാർക്കുമൊക്കെ 5 വർഷം കഴിയുമ്പോൾ തന്നെ PR ലഭിക്കുമെന്നുള്ളത്. എന്നാൽ അത്തരമൊരു പ്ലാനുകളില്ല. എല്ലാവർക്കും ബാധകമാകുന്ന രീതിയിൽ ഇപ്പോൾ യു.കെയിൽ വന്നിട്ടുള്ളവർക്ക് 10 വർഷക്കാലം കാത്തിരുന്നാൽ മാത്രം PR ലഭിക്കുന്ന രീതിയിലോട്ട് തന്നെയാണ് നിയമങ്ങൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നതും റൂളുകൾ നടപ്പാക്കാൻ തയ്യാറായിരിക്കുന്നതും. യു.കെയിൽ ഇത്രയും നാളും നിലനിന്നിരുന്ന 5 വർഷക്കാലം കൊണ്ട് PR ലഭിക്കുന്നതാണ് ഗവൺമെന്റ് പുതിയ നിയമങ്ങളിലൂടെ 10 വർഷക്കാലമാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ചില എക്സെപ്ഷനുകൾ ഉണ്ടാകും. രാജ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ചില കാറ്റഗറികൾക്ക് എക്സെപ്ഷൻ നൽകുന്നതിനും ഹോം ഓഫീസിന് ഇനി സാധിക്കും. എന്നാൽ അത് വ്യാപകമായി എല്ലാവർക്കും എന്നില്ല. പ്രത്യേക ജോലി ചെയ്യുന്നവർക്കോ പ്രത്യേക കാറ്റഗറിക്കോ ആയി ഇത്തരമൊരു റിസർവേഷൻ ഗവൺമെന്റ് നൽകിയിട്ടുമില്ല. യു.കെയിലെ സൊസൈറ്റിക്കും എക്കണോമിക്കും കോൺട്രിബ്യൂട്ട് ചെയ്തവർക്ക് എക്സെപ്ഷൻ നൽകുന്ന രീതിയിലോട്ട് ILR നിയമങ്ങൾ മാറും. അതായത് യു.കെയിൽ വന്ന് രാജ്യത്തിന് വലിയ കോൺട്രിബ്യൂഷൻ നൽകുന്ന വ്യക്തികൾക്ക് നേരത്തെ PR നൽകുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാകില്ല. എന്നാൽ പൊതുവായ നിയമം അനുസരിച്ച് യു.കെയിലെത്തുന്ന വർക്ക് വിസ ഹോൾഡേഴ്സും അവരുടെ ഡിപ്പെൻഡൻസും 10 വർഷക്കാലം കാത്തിരുന്നാൽ മാത്രം അവർക്ക് ILR ലഭിക്കുന്ന രീതിയിലോട്ട് തന്നെയാണ് നിയമങ്ങൾ വന്നിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നും യു.കെയിലെത്തിയ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉൾപ്പെടെയുള്ളവരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. അവർ രാജ്യത്തിന് നൽകിയത് വലിയ സംഭാവനകളാണെന്ന് അദ്ദേഹം വിലയിരുത്തുകയും ചെയ്തു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ വീണ്ടും വിദേശ റിക്രൂട്ട്മെന്റുകളെ ആശ്രയിക്കാൻ രാജ്യത്തിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ രാജ്യത്തിനുള്ളിൽ തന്നെ ജോലിക്കാരെ കണ്ടെത്തുന്ന രീതിയായിരിക്കും ഫ്യൂച്ചറിൽ ഗവൺമെന്റ് നടപ്പാക്കുക. അതിനായി വ്യാപകമായ പദ്ധതികളുമായിരിക്കും ഉണ്ടാവുക. ഹോം സെക്രട്ടറി യുവറ്റ് കൂപ്പർ നൽകിയിരിക്കുന്ന പ്രോമിസ് അനുസരിച്ച് സാലറിയിൽ കാര്യമായ ചേഞ്ചുകൾ ഉണ്ടാകും. എല്ലാ ജോലികളും കൂടുതൽ അട്രാക്റ്റീവ് ആക്കി മാറ്റുന്നതിനുള്ള നടപടികളും ഗവൺമെന്റ് സ്വീകരിക്കും. അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റിനെ ആശ്രയിക്കാത്ത രീതിയിലോട്ട് യു.കെയിലുള്ളവർക്ക് ജോലി കൂടുതൽ അട്രാക്റ്റീവ് ആകുന്ന രീതിയിൽ ജോലി സ്ഥലങ്ങൾ മാറും. സാലറിയിലും അതിനനുസരിച്ച് വർധനവുണ്ടാകുമെന്ന സൂചനയും അവർ ഇപ്പോൾ നൽകിയിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കെയർ വർക്കേഴ്സിനെ യു.കെയിലോട്ട് എത്തുക അസാധ്യമാണ്. അത് നിർത്തലാക്കുന്ന പ്രഖ്യാപനവും ഗവൺമെന്റ് നടത്തി. അതോടൊപ്പം തന്നെ യു.കെയിൽ വന്നിട്ടുള്ള സോഷ്യൽ കെയർ മേഖലയിലും കെയർ ഹോമുകളിലും ഒക്കെ ജോലി ചെയ്യുന്ന കെയർ അസിസ്റ്റന്റുമാർക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനും യു.കെയിൽ കണ്ടിന്യൂ ചെയ്യുന്നതിനും പുതിയ നിയമങ്ങൾ അനുസരിച്ച് യാതൊരു തടസ്സങ്ങളുമില്ല. അവർക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്നാൽ 5 വർഷമാകുമ്പോൾ അവർക്ക് PR-ന് അപേക്ഷിക്കാനാകില്ല. 10 വർഷക്കാലം തന്നെ അവർ കാത്തിരിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് യു.കെയിലോട്ട് ഒരു വർക്ക് വിസ ലഭിക്കണമെങ്കിൽ മിനിമം ഗ്രാജുവേറ്റ് ലെവലിലുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഇനി യു.കെയിലോട്ട് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരണമെങ്കിൽ ഡിപ്പെൻഡൻസിനും ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യണം. അതിനായി അവർക്ക് മിനിമം GCSE ക്വാളിഫിക്കേഷനിലുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ മാത്രമാണ് ഡിപ്പെൻഡന്റ് വിസയും അവർക്ക് ലഭിക്കുകയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിലാണ് ഡിപ്പെൻഡൻസ് ഉൾപ്പെടെയുള്ളവർക്ക് യു.കെയിൽ എത്തുന്നതിന് വലിയ തടസ്സങ്ങൾ പുതിയ നിയമത്തിലൂടെ ഉണ്ടായിരിക്കുന്നതും. മിനിമം സാലറി ത്രഷോൾഡ് 25,600 എന്ന നിലയിലോട്ട് ഗവൺമെന്റ് കൊണ്ടുവരികയും ചെയ്തു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരു സ്കിൽഡ് വർക്കർ വിസ യു.കെയിലോട്ട് ലഭിക്കണമെങ്കിൽ 38,700 പൗണ്ടെങ്കിലും ആനുവൽ സാലറി ഉണ്ടായിരിക്കണം. എന്നാൽ മറ്റ് ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ജോലികളാണെങ്കിലും മിനിമം സാലറി എന്നത് 25,600 പൗണ്ടെങ്കിലും ഉണ്ടായിരിക്കണം. ഈ ഒരു വർധനവും വിദേശ റിക്രൂട്ട്മെന്റുകളിൽ വലിയ കുറവുണ്ടാക്കും. പലരും തെറ്റിദ്ധരിച്ച ഒരു പ്രധാന പോയിന്റാണ് യു.കെയിൽ ഓൾറെഡി വന്നിട്ടുള്ളവർക്ക് പ്രശ്നമില്ലെന്നും പുതുതായി വരുന്നവർക്ക് മാത്രമാണ് ഈ ഒരു നിയമം ആപ്ലിക്കബിൾ എന്നും യു.കെയിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന വർക്ക് വിസ ഹോൾഡേഴ്സിനെല്ലാം 5 വർഷമാകുമ്പോൾ PR-ന് അപേക്ഷിക്കാമെന്നുള്ളത് യു.കെയിൽ ഓൾറെഡി ജോലി
ജോലി ചെയ്യുന്നവർക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് തടസ്സമില്ല എന്ന പോയിന്റ് മാത്രമാണ് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. UK-യിൽ വന്നിട്ടുള്ള വർക്ക് വിസ ഹോൾഡേഴ്സ് PR ലഭിക്കണമെങ്കിൽ തീർച്ചയായും 10 വർഷക്കാലം കാത്തിരിക്കണമെന്ന് കൃത്യമായി ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ മെൻഷൻ ചെയ്യുകയും ചെയ്തു. എന്നാൽ എല്ലാവർക്കും 10 വർഷം കഴിഞ്ഞ് മാത്രമേ PR ലഭിക്കൂ എന്നില്ല. അവരുടെ കോൺട്രിബ്യൂഷൻ, രാജ്യത്തിന് നൽകിയിരിക്കുന്ന കോൺട്രിബ്യൂഷനെ പരിഗണിച്ചുകൊണ്ട് നേരത്തെ PR നൽകുന്നതിൽ തടസ്സങ്ങളില്ല എന്ന പോയിന്റാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജോബ് കാറ്റഗറിക്കോ UK-യിൽ വന്നിട്ടുള്ള ഏതെങ്കിലും സ്കിൽഡ് വിസ ജോലികൾക്കോ PR നേരത്തെ ലഭിക്കുമെന്ന് അർത്ഥമില്ല. അതോടൊപ്പം തന്നെ ഇനി മുതൽ സ്റ്റുഡൻസിന് 2 വർഷക്കാലം ലഭിച്ചിരുന്ന പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് 1.5 വർഷമാക്കി വെട്ടിച്ചുരുക്കിയിരിക്കുന്നു. UK-യിലോട്ട് ഒരു കോഴ്സ് പഠിക്കാൻ എത്തണമെങ്കിൽ ആ കോഴ്സ് സ്റ്റാൻഡേർഡ് ഉള്ളതായിരിക്കണം. ഇപ്പോൾ നിലനിൽക്കുന്ന പല 1 ഇയർ കോഴ്സുകളും എലിജിബിൾ അല്ലാതെയും മാറും. UK-യിൽ ഏതൊരു നിയമം നടപ്പാക്കുമ്പോഴും അതിനെല്ലാം എക്സെപ്ഷൻസ് കൊണ്ടുവരാറുണ്ട്. PR നിയമത്തിന്റെ കാര്യത്തിലായാലും ആ ഒരു എക്സെപ്ഷനാണ് ഗവൺമെന്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. UK-യിൽ ഹൈ കോൺട്രിബ്യൂഷൻ നൽകുന്നവർക്ക് 10 വർഷക്കാലം PR-ന് കാത്തിരിക്കേണ്ടതില്ല. അവർക്ക് PR നേരത്തെ നൽകുന്നതിന് തടസ്സങ്ങളുമില്ല. അത്തരമൊരു ഫാസ്റ്റ് ട്രാക്ക് സെറ്റിൽമെന്റ് റൈറ്റ് കൂടി ഈ ഒരു ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ ഗവൺമെന്റ് മെൻഷൻ ചെയ്തു. പല ക്രൈറ്റീരിയകൾ പരിശോധിച്ചുകൊണ്ട് ഹോം ഓഫീസിന് ഡിസിഷൻ എടുക്കാവുന്ന രീതിയിലാണ് ഇത്തരമൊരു എക്സെപ്ഷൻ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ അവർ നൽകിയിരിക്കുന്ന കോൺട്രിബ്യൂഷൻ, അവരുടെ വിസ കാറ്റഗറി തുടങ്ങിയ പല ഫാക്ടേഴ്സിന്റെയും അടിസ്ഥാനത്തിൽ ഫാസ്റ്റ് ട്രാക്കായി ILR നൽകുന്നതിനും ഇനി മുതൽ തടസ്സമുണ്ടാകില്ല. ഈ ഒരു നിയമം ഗവൺമെന്റ് പ്രധാനമായും കൊണ്ടുവന്നത് UK-യിൽ വരുന്ന എല്ലാവർക്കും 5 വർഷം കഴിഞ്ഞ് PR-ന് അപേക്ഷിക്കാൻ കഴിയുന്ന ആ ഒരു ബ്ലാങ്കറ്റ് നിയമമാണ്. ആർക്ക് വേണമെങ്കിലും 5 വർഷക്കാലം വർക്ക് വിസയിൽ നിൽക്കുകയാണെങ്കിൽ അവർക്ക് PR-ന് അപേക്ഷിക്കാം. ഡിപ്പെൻഡൻസ് ആയി 5 വർഷം UK-യിൽ കഴിഞ്ഞാൽ അവർക്ക് ILR ലഭിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അത്തരമൊരു നിയമത്തിലാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ILR എന്നുള്ളത് UK നൽകുന്ന ഒരു പ്രിവിലേജ് ആണെന്നും ഫിക്സഡ് പീരീഡ് UK-യിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ലഭിക്കുന്ന ഒരു അവകാശമല്ല എന്ന് ഗവൺമെന്റ് കൃത്യമായി പറയുകയും ചെയ്തു. രാജ്യത്തെ പല മേഖലകളിലും ഇപ്പോൾ ഇംഗ്ലീഷ് അറിയാത്തവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. രാജ്യത്തെ കൾച്ചറൽ ചേഞ്ച് പ്രധാന വിഷയമായി ചർച്ചയാവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അസൈലം സീക്കേഴ്സിന്റെ കാര്യത്തിലാണ് പല രാജ്യങ്ങളിൽ നിന്ന് ധാരാളം പേരാണ് അഭയാർത്ഥികളായി UK-യിലോട്ട് എത്തുന്നത്. അഭയാർത്ഥി വിസയ്ക്ക് അപേക്ഷിച്ച് കാത്തിരിക്കുന്നു. അത്തരം സാഹചര്യങ്ങളിൽ അവരുടെ ആപ്ലിക്കേഷനുകൾ കൃത്യമായി വെരിഫൈ ചെയ്ത് യഥാർത്ഥത്തിൽ അവർ വന്ന രാജ്യത്ത് അത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടോ ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് മാത്രം അവർക്ക് അസൈലം ആപ്ലിക്കേഷനുകൾ സാങ്ഷൻ ആകുന്ന രീതിയായിരിക്കും ഇനി മുതൽ നടപ്പാക്കുക. UK-യിലെത്തുന്ന അഭയാർത്ഥികളെ താമസിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് 100 കണക്കിന് ഹോട്ടലുകളാണ് വാടകയ്ക്കെടുത്തിരിക്കുന്നത്. അത്തരം അസൈലം ഹോട്ടലുകളൊക്കെ നിർത്തലാക്കാനുള്ള തീരുമാനവും ഗവൺമെന്റ് സ്വീകരിക്കുന്നു. UK-യിൽ അസൈലം ആപ്ലിക്കേഷനുകൾ നൽകുന്നവരുടെ കാര്യത്തിൽ കൃത്യമായ പരിശോധനകൾ നടത്തി ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം യഥാർത്ഥ ആപ്ലിക്കൻസ് ആണെങ്കിൽ മാത്രം അസൈലം ആപ്ലിക്കേഷനുകൾ അപ്രൂവ് ആകുന്ന രീതിയായിരിക്കും ഇനി മുതൽ നടപ്പാക്കുക. ഇത് ഇല്ലീഗൽ മൈഗ്രേഷനിലും വലിയ കുറവുണ്ടാക്കും. അതോടൊപ്പം തന്നെ ലീഗൽ മൈഗ്രേഷനും കുത്തനെ കുറയുന്ന രീതിയിലോട്ട് തന്നെയാണ് ഈ ഒരു പ്ലാൻ ഇപ്പോൾ ഗവൺമെന്റ് അവതരിപ്പിച്ചിരിക്കുന്നതും. ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഇമിഗ്രേഷൻ നിയമങ്ങളാണ് ഇപ്പോൾ സ്റ്റാമർ ഗവൺമെന്റ് നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. സ്റ്റുഡന്റ് വിസയുടെ കാര്യത്തിലും വളരെ സ്ട്രിക്റ്റ് ആയ സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. UK-യിൽ എത്തുന്ന സ്റ്റുഡൻസിനും കോഴ്സിന് ശേഷം അധികകാലം തുടരാൻ കഴിയാത്ത രീതിയിലോട്ട് നിയമങ്ങൾ മാറ്റുന്നത് യൂണിവേഴ്സിറ്റികളെയും കടുത്ത പ്രതിസന്ധിയിലാക്കും. പുതിയ നിയമങ്ങൾ നടപ്പാക്കുന്നത് കെയർ ഹോമുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകളാണെന്നും സ്റ്റാഫ് ഷോർട്ടേജ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന വിമർശനങ്ങൾ ഇപ്പോഴുണ്ടായിരിക്കുന്നു. എന്നാൽ ഗവൺമെന്റ് ഇപ്പോൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നിയമങ്ങളിൽ യാതൊരു മാറ്റങ്ങളും വരുത്താൻ ഗവൺമെന്റ് തയ്യാറല്ല എന്ന സൂചനകൾ തന്നെയാണ് ലേറ്റസ്റ്റ് പ്രസ്താവനയിലൂടെ ഹോം സെക്രട്ടറിയും പ്രധാനമന്ത്രി സർ കീർ സ്റ്റാമറും നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു നിയമം എന്നു മുതലാണ് പ്രാബല്യത്തിലാവുക എന്ന കൃത്യമായ ഡേറ്റ് ഗവൺമെന്റ് മെൻഷൻ ചെയ്തില്ല. ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ ഈ ഒരു കാര്യം മാത്രമാണ് ഗവൺമെന്റ് കൃത്യമായി പറയാത്തതുള്ളൂ. അതേക്കുറിച്ചുള്ള പ്രസ്താവന ഗവൺമെന്റ് താമസിയാതെ നൽകുകയും ചെയ്യും. ധാരാളം അപ്ഡേറ്റുകളാണ് ഇമിഗ്രേഷന്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി ഉടൻ തന്നെ വീണ്ടും കാണാം.